കേരളത്തിൽ കോൺഗ്രസിന് നേതൃത്വത്തിൽ വൻ പിടിപ്പുകേടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്, ഇതിന് കൃത്യമായ ഒരു നായകത്വ സ്ഥാനം തന്നെ ഇല്ല എന്നുള്ളതാണ് ഇവരെ പിറകോട്ടടിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സിലെ എല്ലാവരും നേതാക്കന്മാരാണ്. താഴെ തട്ട് മുതലിങ്ങ് പെട്ടിയെടുപ്പുകാർ മുതൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ വരെ നേതാക്കന്മാരാണ്. അതാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം അന്തിമ തീരുമാനം എന്ന് പറയുന്നത് ഹൈക്കമാൻഡിൽ നിന്ന് വരുന്നതാണ്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് വധേര, പിന്നെ ഖാർഗെ ആരെന്ന് ചോദിക്കാം. ഖാർഗെ ഇവരൊക്കെ എഴുതി കൊടുക്കുന്നത് ഒന്ന് വായിക്കും, അല്ലെങ്കിൽ ഒപ്പിടും. ഇതിന് മാത്രമുള്ള ആളാണ് ഖാർഗെ, അല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സാധനം. അല്ലാതെ ഇതിനെ ഒന്നിനും ഉപകരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഹൈക്കമാൻഡിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചുമൊക്കെ ചിലരിപ്പുണ്ട്, KC വേണുഗോപാലും ഒക്കെ. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു സംശയം, ഞങ്ങളിവിടെ കുറേ പേര്, അരഡസൻ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കുപ്പായം തയ്ച്ചു നിൽക്കുകയാണ്. ആയിരിക്കും ചിലപ്പോൾ അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റില്ല. KC വേണുഗോപാലിനെ വിട്ടാൽ എന്തു ചെയ്യും? KC വേണുഗോപാൽ അതിൻ്റെ തന്ത്രങ്ങളും ആവിഷ്കരിച്ചിരിക്കുകയാണ്. കാരണം ദേശീയ തലത്തിൽ ഇനി നിന്നിട്ട് കാര്യമില്ല. അവിടെ ഇനിയിപ്പോൾ BJPയുടെ തുടർ ഭരണത്തിലൂടെ ആയിരിക്കും രാജ്യം മുമ്പോട്ട് പോകുന്നത്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെ വെറും ഒരു കുശിനിക്കാരനായിട്ട് KC വേണുഗോപാലിന് തരം താഴേണ്ടി വരും. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ട കോൺഗ്രസിനെ ഓർത്ത് KC വേണുഗോപാൽ വിലപിക്കുന്നില്ല. മറിച്ച് കേരളത്തിൽ അധികാരം പിടിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാം എന്നുള്ള കണക്കുകൂട്ടലിലാണ് KC വേണുഗോപാൽ നീങ്ങുന്നത്. ഇവരധികാരത്തിൽ വരികയാണെങ്കിൽ KC വേണുഗോപാൽ തന്നെ ആയിരിക്കും. അതിനകത്ത് മാറ്റമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷെ KC വേണുഗോപാൽ വന്നാലും സ്വസ്ഥമായിട്ട് ഭരിക്കാൻ അനുവദിക്കത്തില്ല. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായ ഭരിക്കാൻ അനുവദിക്കുമോ? ഇല്ല. VD സതീശൻ മുഖ്യമന്ത്രിയായാലോ? അനുവദിക്കില്ല. ആരായാൽ പോലും അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇനി സന്ദീപ് വാര്യരായാൽ പോലും സ്വസ്ഥമായിട്ട് ഭരിക്കാൻ അനുവദിക്കത്തില്ല. അങ്ങനെയായിരിക്കും കോൺഗ്രസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട്, ആരും കുപ്പായം തയ്ച്ചു വെക്കണ്ട എന്ന്. ചിലർ ഇട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങി, അതൊക്കെ അഴിച്ചു വെച്ചോളാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇനിയിപ്പോൾ കോൺഗ്രസ് ശശി തരൂരിനെയും കൂടി രംഗത്തേക്ക് ഇറക്കാൻ പോവുകയാണ്. ശശി തരൂരിനെ കുറച്ച് നാളുകളായിട്ട് ഇവർക്ക് ചതുർത്ഥിയായിരുന്നു. ശശി തരൂർ മോദിയെ പ്രകീർത്തിക്കുന്നു, ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രകീർത്തിക്കുന്നു, രാജ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയി കാര്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നു. അതുകൊണ്ടൊക്കെ കോൺഗ്രസ്സുകാർക്ക് ഒരു താല്പര്യമില്ലാതായി തീർന്നു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ മത്സരിച്ചു. രാഹുൽ ഗാന്ധിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളല്ല ശശി തരൂർ. രാഹുൽ ഗാന്ധി രാഷ്ട്രീയവും ചരിത്രവും പഠിക്കാൻ വരെ പറഞ്ഞ ആളാണ് ശശി തരൂർ. പക്ഷെ കോൺഗ്രസിന് ഇപ്പോൾ ഒരു മനംമാറ്റം ഉണ്ടായിരിക്കുകയാണ്. ശശി തരൂരിനെ ഇങ്ങോട്ടേക്ക് വിടുക, അതിൻ്റെ കോൺഗ്രസിൻ്റെ ഈ പ്രചാരണ സമിതിയുടെ ചെയർമാനായി നിന്നുകൊണ്ട് കാര്യങ്ങൾ മുഴുവൻ നടക്കട്ടെ, ശശി തരൂർ നയിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ. അത് ശരിയാ, നല്ലത് തന്നെയാണ്. കാരണം തരൂരിനെ പോലുള്ള ഒരു വലിയൊരു ഇമേജ് ആണല്ലോ അത് കേരളത്തിലെ പൊതു ഇടങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്വീകാര്യത വളരെ വലുതാണ്. അത് നല്ല രീതിയിൽ വോട്ടാക്കി മാറ്റാം എന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നു. ഇനി മുഖ്യമന്ത്രിയാക്കുമോ അല്ലയോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യം. കാരണം കോൺഗ്രസിൽ അതിനാണ് പ്രശ്നം. അതൊക്കെ ഇനി അവർ കുറേ കാലം വീഴ്പ്പലക്കുകയും എല്ലാം അലക്കി ആരെങ്കിലുമൊക്കെ തീർച്ചപ്പെടുത്തുകയും ചെയ്യും. ഈ ശശി തരൂരിനെ ഇറങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക്
ഇനി ഒരാളും കൂടെ ആയിക്കൊള്ളട്ടെ നയിക്കാൻ എന്ന് കോൺഗ്രസ് തീരുമാനിച്ചാലോ? ആ തീരുമാനവും പറയുന്ന ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിലേക്ക് വിടുന്നു. പ്രിയങ്ക ഗാന്ധിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പോലും കോൺഗ്രസ് ഉയർത്തിക്കാട്ടാൻ ചിലപ്പോൾ മടിക്കത്തില്ല. കാരണം വലിയ ജനപിന്തുണ കിട്ടാനുള്ള സാധ്യത മുഴുവൻ തെളിയുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താ? നല്ലതല്ലേ? അത് നെഹ്റു കുടുംബത്തിൽ നിന്ന് കോൺഗ്രസ്സുകാർക്ക് രോമാഞ്ചം കൊണ്ടുവന്നായിരിക്കും നടക്കുന്നത്. പിന്നെ കോൺഗ്രസ്സുകാർ ആരും അനങ്ങത്തില്ല. ഈ കുപ്പായം തയ്ച്ചവരും ടോണ് നടക്കുന്നവരും ഒന്നും അനങ്ങത്തില്ല. നമുക്കറിയാം, വയനാട്ടിൽ മത്സരിക്കാൻ വലിയ മത്സരമാണ് കോൺഗ്രസിനകത്ത്. കാരണം കോൺഗ്രസിലെ ഏത് കുറ്റിച്ചൂല് പോയി നിന്നാലും വയനാട്ടിൽ നിന്ന് സുഖമായി ജയിച്ച് പാർലമെന്റിലെത്താം. അതുകൊണ്ടാണല്ലോ ഈ രാഹുൽ ഗാന്ധി നോർത്ത് ഇന്ത്യയിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അവിടുന്ന് കുറ്റിയും പറിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നീട് അവിടെ ഇവിടെ നിന്നു അവിടെ ജയിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് പെങ്ങള് പ്രിയങ്ക ഗാന്ധി കുറ്റിയും പറിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ മത്സരിച്ചു. രാഹുലിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് ലഭിച്ചത്. എന്താണെന്ന് പറഞ്ഞത്? ഇന്ദിരാഗാന്ധിയുടെ പ്രതിരൂപമാണ് വയനാട്ടിൽ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് പത്രങ്ങളൊക്കെ എഴുതിയിരുന്നത്, പ്രത്യേകിച്ച് മലയാള മനോരമ. ശരിയായിരിക്കാം എന്ന് വിചാരിച്ച് ഇന്ദിരാഗാന്ധിയുടേതായ ഭരണപരിചയമൊന്നും പ്രിയങ്ക ഗാന്ധിക്കുണ്ടോ? ശശി തരൂർ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞില്ലേ, രാഷ്ട്രീയവും ചരിത്രവും നിങ്ങൾക്ക് അറിയത്തില്ല, പോയി പഠിക്കാനെന്ന്. അതുപോലെ തന്നെയാണ് ഇവർക്കും രാഷ്ട്രീയ ചരിത്രവും ഒന്നും അറിയത്തില്ല. ഇടയ്ക്ക് ഈ അടുത്ത കാലത്ത് വയനാട്ടിൽ വന്ന് കുറെ കറങ്ങി ചെറുവേൽ രാമന്റെ തോളിലൊക്കെ ഇങ്ങനെ പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഫോട്ടോയും ഒക്കെ ഇട്ടു. ഇവർ നോമിനേഷൻ കൊടുത്തിട്ട് പോയതാ, പിന്നീട് ഇപ്പോഴാണ് വന്നത്. അത്രത്തോളം ഈ കോൺഗ്രസിനൊരു നേട്ടം കൊയ്യാവുന്ന മണ്ഡലമാണ് അവിടെ. കാരണം ലീഗിന്റെ പിന്തുണയും കൂടി ഉണ്ട്. ലീഗ് അവിടെ നിർണായക ശക്തിയാണല്ലോ. ആ നിർണായക ശക്തി ആയതുകൊണ്ട് തന്നെയാണ് ഈ പ്രിയങ്കയോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഉടൻ സാധിക്കലി പാണക്കാട്ട് തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ കാര്യവും അതാണ്. മുസ്ലിം ലീഗിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലേ അവിടെ പോയി കണ്ട് വണങ്ങിയിട്ട് വേണം വരാൻ. അവരുടെ നല്ല പങ്ക് വോട്ടിലൂടെയാണ് വിജയിച്ചു വന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വയനാട്ടിൽ ഏതെങ്കിലും ഒരു പാർലമെന്റ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പിന്നീട് വിജയിച്ചാലും മതിയല്ലോ. ഒന്നുമല്ലെങ്കിൽ ഇപ്പൊ കേരളത്തെക്കുറിച്ച് അല്പം ധാരണയൊക്കെ ഉണ്ട്. കേരളം പരിചയിച്ചു വന്നിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയെ എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കൂടാ എന്നൊരു ചോദ്യം ഹൈക്കമാൻഡിൽ അവരുടെ തലമണ്ടയിൽ ഉദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഭരണം പിടിച്ചെടുക്കണം. 10 വർഷമായി ഭരണമില്ലാതിരിക്കുകയാണ്. ഈ നിർദ്ദേശം മുമ്പോട്ട് വെച്ച് കൊടുക്കുന്നത് മിക്കവാറും അത് ലീഗ് ആയിരിക്കാനുള്ള സാധ്യതയാണ്. കാരണം ലീഗിനാണ് ഭരണം അത്യാവശ്യം. കോൺഗ്രസ്സുകാരന്മാർക്കും ഭരണമില്ലെന്നുണ്ടെങ്കിലും ഇങ്ങനെ തെക്ക് വടക്ക് നടക്കും, കതറ് വിട്ട് പെരിപ്പിച്ച് മുഖത്ത് അരട്ടിൻ പൗഡറും ഒക്കെ ഇട്ടങ്ങ് പോകും. ഇതാണ് പരിപാടി. ലീഗ് ആയിരിക്കാം ഇത് നിർദ്ദേശിച്ചത്. ലീഗ് പറഞ്ഞിട്ടുണ്ടാകും, പ്രിയങ്ക ഗാന്ധി വന്നാൽ ഇവിടുത്തെ ചിത്രം മാറും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നെഹ്റു കുടുംബത്തിൽ നിന്ന് കേരളത്തിന് മുഖ്യമന്ത്രിയെ കിട്ടുന്നു. വയനാട്ടിലെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പിന്നീട് വിജയിപ്പിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും അത് ലീഗുകാർ അത്രയും കൃത്യമായ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് ലീഗിന്റെ നിർദ്ദേശം തന്നെയാണ്. അവർക്കത് വലിയൊരു കോൺഗ്രസിന്റെ ഒരു വലിയൊരു തിളക്കത്തോടു കൂടിയ ഒരു വിജയത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. കാരണം മുസ്ലിം ലീഗ് എല്ലാ വഴികളും ആലോചിക്കും. ഏത് തരത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ പിണറായി വിജയനും സംഘവും മറ്റും ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. ആ നെട്ടോട്ടത്തിനിടയിൽ ഇത്തരത്തിലുള്ള തന്ത്രമാണ് ലീഗ് ആവിഷ്കരിച്ചിരിക്കുന്നത്.
CPM-ന്റെ ആ തന്ത്രത്തെ വെട്ടിവീഴ്ത്തണം. അതിനുവേണ്ടിയാണ് ലീഗ് ഇത് മുമ്പോട്ട് വച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകട്ടെ, അങ്ങനെ അത്തരത്തിൽ മത്സരിക്കൂ, അത് കേരളം പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ.